2025 ജൂലൈ 19 കേരളത്തിൽ നിന്നൊരു വലിയ നിയമവാർത്ത പുറത്തു വന്നു. സ്ത്രീധനം കൊടുക്കുന്നത് ഇനി കുറ്റമല്ല എന്ന് പറയുന്ന നിയമപരിഷ്കാര ബില്ല്. അപ്പൊ എന്താണ് ഇതിലെ സത്യാവസ്ഥയെന്നും ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ലോയർ ബെന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ സ്ത്രീധനം അഥവാ ഡൗറി കൊടുക്കുന്നത് കുറ്റമല്ല എന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ നിയമം എങ്ങനെയാണെന്ന് നോക്കാം. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 പ്രകാരം സ്ത്രീധനം കൊടുക്കുന്നതും ആവശ്യപ്പെടുന്നതും വാങ്ങുന്നതും എല്ലാം തന്നെ കുറ്റകൃത്യമാണ്. അതായത് വധുവിന്റെ വീട്ടുകാർ സ്ത്രീധനം കൊടുത്താലും വരന്റെ വീട്ടുകാർ സ്ത്രീധനം വാങ്ങിച്ചാലും കേസാകും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പല വധുവിന്റെ വീട്ടുകാര് കേസ് കൊടുക്കാനായിട്ട് മടിക്കുന്നതിന്റെ റീസൺ തന്നെ. കാരണം വേറെ ഒന്നുമില്ല, അവർക്കും ശിക്ഷ ലഭിക്കുമെന്നുള്ള ഒരു പേടി കൊണ്ടാണ് പെണ്ണിന്റെ വീട്ടുകാർ മിക്കപ്പോഴും കേസ് കൊടുക്കാനായിട്ട് മടിക്കാനുള്ള റീസൺ. ഇനി പുതിയ ബില്ലിൽ എന്താണ് പറയുന്നത്? 2025 കേരള അമെന്റ്മെന്റ് ബില്ലിൽ പറയുന്നത് ഡൗറി വാങ്ങുന്നതും ആവശ്യപ്പെടുന്നതും കുറ്റകൃത്യമാണ്, എന്നാൽ ഡൗറി കൊടുക്കുന്നത് കുറ്റമല്ല എന്നാണ് പറയുന്നത്. അതായത് സ്ത്രീധനം വാങ്ങുന്നവർക്കും സ്ത്രീധനം ആവശ്യപ്പെടുന്നവർക്കും മാത്രമേ ഉള്ളൂ ശിക്ഷ. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇത്തരം സാഹചര്യത്തിൽ പെൺവീട്ടുകാർക്ക് അതായത് വധുവിന്റെ വീട്ടുകാർക്ക് പേടിക്കാതെ തന്നെ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി പുതിയ ശിക്ഷാ നിയമങ്ങൾ നമുക്ക് നോക്കാം. ഡൗറി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് വരന്റെ വീട്ടുകാര് വധുവിന്റെ വീട്ടുകാരോട് ഡൗറി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 6 മാസം മുതൽ 2 വർഷം വരെ തടവ് ശിക്ഷയും 50,000 രൂപ പിഴയുമാണ് ചുമത്തിയിരിക്കുന്നത്. ഇനി ഡൗറി വാങ്ങിയാൽ 3 വർഷം മുതൽ 7 വർഷം വരെ ജയിൽ ശിക്ഷയും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് ചുമത്തിയിരിക്കുന്നത്. ഇനി വിവാഹത്തിന് ശേഷമുള്ള സ്ത്രീധന പീഡനമാണെങ്കിൽ 2 വർഷം വരെ ജയിൽ ശിക്ഷയും 25,000 രൂപ പിഴയുമാണ് വരുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ 10 വർഷത്തിനിടെ 100ഓളം സ്ത്രീകളാണ് സ്ത്രീധന പീഡനത്തിന് വേണ്ടി മാത്രം ഇരയായത്. அவன் கொடுக்கற மென்டல் டார்ச்சர் என்னால தாங்க முடியல. உடல் ரீதியாவும் என்னால அவங்க கூட உண்மையாவே இருக்க முடியல. ரொம்ப டார்ச்சரா இருக்கு. டெய்லியும் மென்டலி என்ன அசால்ட் பண்றாங்க. അപ്പോൾ വരാൻ പോകുന്ന നിയമം അനുസരിച്ച് സ്ത്രീധനം കൊടുക്കുന്നത് കുറ്റമല്ല, എന്നാൽ വാങ്ങിക്കഴിഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ്. ഇനി ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വശം നല്ലതാണ്. കാരണം പെണ്ണിന്റെ വീട്ടുകാർക്ക് അതായത് വധുവിന്റെ വീട്ടുകാർക്ക് പേടി കൂടാതെ കംപ്ലൈന്റ് കൊടുക്കാതെ ഇനിയെങ്കിലും ഈ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തന്നെ ഇല്ലാതായിട്ടുണ്ട്. അപ്പൊ വരാൻ പോകുന്ന പുതിയ നിയമം നമ്മളെ ഒരു കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പീഡനത്തിനിരയായ സ്ത്രീകൾക്ക് നീതി നേടാനുള്ള വഴിയിൽ നിന്നും ഭയത്തെ ഇല്ലാതാക്കുന്നു. അപ്പൊ ഇനി സ്ത്രീധനം കൊടുക്കുന്നവരെ കുറ്റവാളിയാക്കില്ല എന്നതാണ് പുതിയ നിയമത്തിലെ മാറ്റം. പക്ഷെ ഒന്നോർക്കുക, സ്ത്രീധനം ചോദിക്കുന്നതും അതിന്റെ പേരിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതും ഒട്ടും ന്യായമല്ലാത്ത കാര്യമാണ്. പക്ഷെ ഒന്നോർക്കുക, സ്ത്രീധനമായാലും സമ്മാനമായാലും അതൊരിക്കലും ഒരു അഭിമാനമല്ല. ഇനി ചോദിച്ചോ അതെല്ലാം കൃത്യമായി പറഞ്ഞോ കൊടുത്താൽ അത് ഡൗറി തന്നെയാണ്. അപ്പൊ വരാൻ പോകുന്ന പുതിയ നിയമം കൊണ്ട് വധുവിനൊരു സംരക്ഷണം കിട്ടുമെങ്കിലും നമ്മൾ ഈ സംസ്കാരം തന്നെ മാറ്റേണ്ട സമയമാണിത്. അപ്പൊ ഈ വരാൻ പോകുന്ന പുതിയ നിയമത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ.